സ്വാഗതം. അങ്ങനെ ഒരു മാസം കൂടി വീണ്ടും വന്ന് ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്. വന്നപ്പോ തൊട്ട് ഉമ്മ കൊടുക്കാണ് എന്റെ പരിപാടി. ഇന്ന് പിന്നെ ഉമ്മ വരുന്ന 2-3 ആയി കേട്ടോ. ഇപ്പൊ ഇന്ന് ഇത്തിരി ഉമ്മ ഞാൻ കൂടുതൽ കൊടുക്കുന്നത് അറിയോ? ഇന്ന് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയും കമന്റ് കിടക്കുന്നുണ്ട്, ശ്രീകുട്ട പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ പ്രതീക്ഷിച്ചാണ് ഇരിക്കണെന്ന്. കൊച്ചെന്തൊക്കെയോ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അല്ലെ. പിന്നെ ഞാൻ തന്നെ വരുന്നോണ്ട് എനിക്ക് ഒത്തിരി പൊക്കിക്കൊണ്ട് വരത്തില്ലാത്തോണ്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. വെയിറ്റ് കുറവാണ്. എന്നാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല സാധനങ്ങളും കാണും അതിനകത്ത്. പിന്നെ കൊച്ചി ചോദിച്ചായിരുന്നു ചേട്ടയ്ക്ക് കൈക്ക് വേദനയില്ലേന്ന്. ചേട്ടൻ എങ്ങനെയാ വീഡിയോ എടുക്കുന്നതെന്ന്. ഒരു മാസം കൊണ്ട് മനസ്സിലായില്ലേ കൈയുടെ ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ കുറച്ചു നേരം പിടിച്ചു കഴിയുമ്പോ തന്നെ നമുക്ക് ഇവിടെ അങ്ങ് വേദന എടുക്കും. സ്റ്റിക്ക് ആണേലും നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കുവല്ലേ, അങ്ങനെ പിടിക്കുമ്പോ അത് പല വീഡിയോയിലും ഞാൻ ഇവര് ചേച്ചിയും മോളും കൂടെ നിന്ന് ഇന്റർവ്യൂ എടുക്കണേ. സ്വാഗതം പറഞ്ഞിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് അന്ന് നേരെ വീഡിയോയിലേക്ക് പൊത്തും. എന്നറിയോ, കൈ ഇങ്ങനെ താന്ന് വരും. കുറച്ച് കഴിയുമ്പോ ശ്രദ്ധിച്ചാ മതി, വേദന എടുക്കും. അപ്പൊ നല്ലൊരു എഫേർട്ടുള്ള പരിപാടിയാണത്. അല്ല പിന്നെ സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിലും പ്രായമുള്ളവർ എടുക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ അല്ലേ 5 മിനിറ്റ് ഇങ്ങനെ പിടിച്ച് നോക്കണം, അപ്പൊ അറിയാം ബുദ്ധിമുട്ട്. അപ്പൊ ഇന്ന് ഒരു ഹാപ്പി വീഡിയോ ആണ്. മാളക്കുട്ടി വന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തു, ക്ഷീണമൊക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നേരെ പോയി നമ്മുടെ ദുബായ് പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ കണ്ടിട്ട് വായോ. ഭാഗ്യമുള്ള ഒരു പെട്ടി. ഈ റിബണും ഇതും കെട്ടിയിട്ട് ഇപ്പം കുറെ കാലമായി. അതെ അല്ലേ, 2-3 പോക്ക് പോയിട്ട് വന്നു അല്ലേ. എടുത്തോ, ഏറ്റവും ചെറിയ പെട്ടിയാ മോക്ക് നമ്മൾ കൊടുത്തു വിട്ടത്. അതെ, അതോ ഇത് അവിടെ ഇരുന്നായിരുന്നു? അതൊക്കെ നമുക്ക് കാണിക്കാം. കൊച്ചുകൂടെ പിടിക്കുവോ? അമ്മ ഓടിപ്പോയി ഇരുന്ന് കേട്ടോ. അമ്മേനെ പിടിക്കാൻ കൂട്ടണ്ട. ഓ വേണ്ട, താക്കോലില്ലേ? അമ്മ തുറന്ന് നോക്കിയോ? ഇന്നലെ ജോസേട്ടൻ വന്ന് പെട്ടി കൊണ്ടുവച്ചു. മാളക്കുട്ടി എന്റെ റൂമിൽ പെട്ടി വെക്കാൻ വെച്ച് സമ്മതിക്കല. അവള് വലിച്ച് അവിടെ റൂമിൽ കൊണ്ട് സേഫ് ആയിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കണോ? ആ കിട്ടും കിട്ടും. ലോക്കെ കഴിച്ചു. അപ്പോൾ നമ്മള് ഇത് ഓപ്പൺ ചെയ്യും. അല്ല തുറക്കില്ലേ. എല്ലാ വട്ടം ഞാൻ പോയപ്പോഴാണേലും അപ്പായും അമ്മേനെ കൂടെ കൊണ്ടുപോയപ്പോഴാണെങ്കിലും എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ചേച്ചി വരുമ്പോഴാണെങ്കിലും ചേച്ചി ഇന്നത് മേടിച്ചെന്ന് പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ കാണുമെന്ന്. ഈ വട്ടം എനിക്ക് ഒരു ഐഡിയ ഇല്ല. ശരിക്കും എന്തൊക്കെ കാണുമെന്ന് ഉള്ളൊരു ആകാംക്ഷയിലാണ്. ഇപ്പൊ തുറന്നു. എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് അവിടെ ഇരുന്നിട്ട് എടുത്തോ. ആളെക്കുട്ടി എടുത്തൊക്കെ കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടി പപ്പാടെ അമ്മയുടെ നടുക്ക് കയറി ഇരിപ്പുണ്ട്. എടുക്കുന്ന ഓരോന്നോരോന്ന് പപ്പാടെ കൊടുക്കും. അതെന്ന് വെച്ചാൽ മോളെ സെന്ററിൽ എത്തിയതെന്നറിയോ, ഇതിനകത്ത് ഓരോരുത്തർക്കും ഉള്ള സാധനം ഏതാണെന്ന് അവക്കും പൊന്നൂനെ അറിയത്തുള്ളൂ. ശരിയാ. അപ്പൊ അത് പരിചയപ്പെടുത്തി പൊന്നു മോളെടുത്തതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോകും. മോളമ്മയും കൂടെ ഒന്ന് ടച്ച് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടി തുറന്നപ്പോ തന്നെ ഒരു ഗൾഫിലെ മണമാണ് അല്ലേ. ഗൾഫിലെ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക മണമാണേ. പിന്നെ പൊന്നു നമ്മളെ അടുത്തിടയ്ക്ക് എല്ലാം വിളിച്ചിട്ട് എന്താ വേണ്ട പപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് പിന്നെ 3-4 പൊന്നുവിന്റെ വരവും നമ്മുടെ പോക്കും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കും. പിന്നെ അമിതമായിട്ട് പൈസ മുടക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ തന്നെ എന്റെ കൊച്ച തന്നെയാണ് പോയത്. അപ്പം കൊച്ചിന് കൊണ്ടുവരാനുള്ള വെയിറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി ഒരു കുറച്ച് സാധനങ്ങൾ മതിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ഐറ്റം ഒക്കെ നമുക്ക് ഉള്ള സാധനങ്ങൾ ഒന്ന് കാണിക്കാം. കാണിച്ചോ. ചോക്ലേറ്റ് ആണ്. ഏതായാലും ഗൾഫിൽ പോയത് ഇന്നെന്ന് പറയുമ്പോ അതിലും വിറ്റ് കേസ്. ഇന്ന് ഞാൻ ചായ കുടിക്കാൻ പോയപ്പോണല്ലോ കൊച്ചിന്റെ ഹിന്ദി ടീച്ചർ അനില ടീച്ചറില്ലേ,
അനിൽ ടീച്ചർ സിറ്റി ബേക്കറിയിൽ നിന്ന് ചായ കുടിക്കുവാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, എടാ നീ എവിടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ അനീതി പഠിക്കുന്നുണ്ട് +1. ഉണ്ടല്ലേ, ഇവന്റെ കൂടെയാന്ന് തോന്നുന്നല്ലേ, ടീച്ചറിന്റെ മോനും പഠിക്കുന്നുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു അവള് ദുബായിക്ക് പോയേക്കുമായിരുന്നു, ഇന്നലെ വന്ന്. ദുബായിക്ക് പോയോ? അവളെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യം നമ്മള് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് എങ്കിൽ പുറത്തോട്ട് നമ്മുടെ വീടൊഴിച്ച് വെളിയിലേക്ക് അങ്ങനെ അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വെച്ചേക്കുന്നത് ചോക്ലേറ്റ്. പിന്നെ ഇത് മറ്റേ അവിടെ ഞാൻ കണ്ടു ഈ സംഭവം മുട്ടായിയാണിത്. മുട്ടായി എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ എടുത്തു. എന്തോ ജെല്ല് പോലത്തെ എന്തോ മുട്ടായി കേട്ടോ. വായിട്ട അലുത്തങ്ങാണ്ട് പോവാ അങ്ങനത്തെ ഗോപാലൻ എന്തോ ജെല്ല് പോലത്തെ ഒരു മുട്ടായി ഉണ്ട്. ഇത് ചേട്ടായിക്കുള്ള ഹുഡി. അടിപൊളി. അതെ ലോങ് ഒക്കെ പോകുമ്പോളേ ഞാൻ കൂടുതലും ബൈക്കിനല്ലേ ട്രിപ്പ് ഒക്കെ പോന്നെ. പിന്നെ അവിടെ ഞങ്ങള് ഹുഡി നോക്കി ഒത്തിരി നടന്നു കേട്ടോ. ഹുഡി നോക്കി ഇപ്പൊ അവിടെ പുറത്തൊന്നും ചൂടല്ലേ, അപ്പൊ ഹുഡി അങ്ങനെ കുറവാ അവിടെ. പിന്നെ കൊറേ തപ്പിക്കഴിഞ്ഞാണ് കിട്ടിയത്. കിട്ടിയപ്പോ സ്വർണം കിട്ടിയ പോലെ ആയിരുന്നു എടുത്തോണ്ടെങ്കിൽ പോകുന്നു. അപ്പൊ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർ. പപ്പായ്ക്ക് അത് കൂട്ടൊരു ബ്ലാക്ക് കൊണ്ട് കൊടുത്തിട്ട് ഒരു തണുപ്പ് കേറുന്ന അന്നേരം അതെടുത്തങ്ങ് ഇടും. അത് ഭൂമി ചേച്ചി കൊണ്ടുവന്നെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ജോഡി കണ്ടില്ല, ഒരു ജോഡി കണ്ടു കഴിയുമ്പോൾ പറയാവേ. ഇരിക്കട്ടെ, ഇത് ഒരു ജോഡി കണ്ടില്ല. ഇത് മുന്തിരിക്ക. ഈ ഉണക്കമുന്തിരി ഏറ്റവും കൂടുതൽ വീട്ടിൽ തിന്നുന്നത് ഞാനാണ്. ഉണക്കമുന്തിരി ചേട്ടായിക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്ത് തിന്നാനായിട്ട് മേടിച്ചോണ്ട് വന്നതാ ഉണക്കമുന്തിരി. ഇത് മിഠായി ചോക്ലേറ്റ്. അതിന്റെ അകത്ത് മറ്റേ ബദാമിന്റെ ഇതൊക്കെ വരുന്നത് ഉള്ളില്. കശുവണ്ടി. ഇത് ഈ വീട്ടിലെ ഏറ്റവും പിഞ്ചു കുഞ്ഞ് ബ്ലഡ് ഉണ്ടാകാനും വിറ്റമിൻസ് കിട്ടാനും ഒക്കെ വേണ്ടിയാണേ. അത് 1 kg പാക്കറ്റ് ആണോ? ½ kg ഒന്നും. പിസ്ത ബദാമ നട്ട്സ് അങ്ങനെയുള്ള സാധനമൊക്കെ പപ്പ നല്ലപോലെ കഴിക്കും കേട്ടോ. പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മയ്ക്ക് ബദാമിനോട് വലിയ താല്പര്യമില്ല, അമ്മയ്ക്ക് പിസ്ത ഇഷ്ടമാണ്, കശുവണ്ടി. അവിടെ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, ടേസ്റ്റ് നോക്കിയൊക്കെ മേടിക്കാൻ പറ്റും. ടേസ്റ്റ് നോക്കി തന്നെ നമ്മൾ വയറ് നിറയ്ക്കും, എന്നിട്ട് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് ഒരു ചേട്ടൻ രണ്ടു കയ്യിലോട്ട് കഴിച്ച് നോക്കിയിട്ട് നമ്മള് ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ തന്നെയുണ്ട് ഫ്രൂട്ട്സും. അത് പച്ചയൊക്കെ തന്നെയല്ലോ, ഈന്തപ്പഴത്തിന്റെ പച്ച. എടോ ഈന്തപ്പഴം ഒരു പാക്കറ്റ് ഉള്ളൂടോ. ആണോ? ബദാമ ½ kg പാക്കറ്റ് ഒരെണ്ണമുണ്ട്. ഇത് ഇവിടെ ചെലവ് കുറവാ. ഇതാ ലാസ്റ്റ് വരെ ഇരിക്കുന്നത്. പക്ഷെ അതാരും വേണ്ടാത്തോട്ട് കഴിക്കുവല്ലേ. പക്ഷെ ഇനി ഞാൻ കഴിക്കാം, എന്റെ പെല്ലിലെ കമ്പി വരില്ലോ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാം. നമുക്ക് ചേച്ചി വന്നിട്ട് പോയി കഴിയുമ്പം ഈന്തപ്പഴം ആദ്യം തീരും, പിസ്ത ആദ്യം തീരും, നട്ട്സ് ഒരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ നട്ട്സും തീരും. ബദാം മാത്രം ചേച്ചി അടുത്ത വട്ടം വന്നാലും തീരില്ല. എന്താ വെച്ചാൽ എല്ലാരും ഒരു 3-4 വെച്ചേ കഴിക്കുള്ളൂ. അയ്യോ അത് കാണിച്ചേ. ഞാൻ ഓർത്തേ കുപ്പിക്കകത്ത് ഇട്ട് വെക്കാനായിട്ട് കൊണ്ടുവന്നു അതിന്റെ കളറ് കണ്ടപ്പോ. ഞാൻ ഓർത്ത് എന്നാ അറിയോ, ഡൈനിങ് ടേബിളിന്റെ ഗ്ലാസിന്റെ അകത്തില്. അപ്പം അതൊരു വെറൈറ്റി സാധനമാണ്, ഞാൻ ഫസ്റ്റ് ടൈം കാണുവാണ്. കല്ലിന്റെ മുട്ടായി കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാ. ഞാൻ ഓർത്തല്ലോ ഇത് ഇരിക്കുന്ന ഈ
ഈ മീനെയൊക്കെ ഇട്ടിട്ട് കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ചു വെക്കല്ലേ, അന്നേരം ഇടുന്ന സാധനം ഞാൻ ഓർത്തത്. ഞാനും അങ്ങനെയാ ഓർത്തത്. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം, അത് അടിപൊളിയാ. കല്ലിന്റെ മുട്ടായി ഞാൻ ടേസ്റ്റ് നോക്കി മേടിച്ചത്. പിന്നെ എനിക്ക് കിറ്റ്കാറ്റ് ഇഷ്ടമായോണ്ട് കൊച്ചിന് വേണ്ടി കിറ്റ്കാറ്റ് മേടിച്ചില്ല, കാരണം അടുത്ത് പോകും. ഇവിടെ വന്നിട്ട് ചുമ്മാ ഇരിക്കുമ്പോ തിന്നാലോ, അതുകൊണ്ട് അത് മേടിച്ചു തന്നു. തിന്നാലോ. തിന്നാ തിന്നാ തിന്നാ. പിന്നെ അമ്മയ്ക്ക് മധുരം കഴിക്കണമെന്നോ ഹോസ്റ്റലിൽ എന്ന് പറയാൻ? ഒരു സാധനം കൂടെ ടാങ്ക്. ഇത് ഉദ്ദേശിച്ച് മേടിച്ച് നമ്മളെ ചേട്ടന്മാരെ ഉദ്ദേശിച്ചാണ്. ഉച്ചയാകുമ്പം ചോദിക്കും മഞ്ഞവെള്ളം ഒന്നും ഇല്ലേ? മഞ്ഞവെള്ളം തണ്ണിമത്തങ്ങ ഒന്നും ഇല്ലെന്ന് ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെയൊക്കെ വലിയ പാക്കറ്റാ ഉള്ളത്. അതെ, കൊച്ചിനെല്ലാം കൂടെ കൊണ്ടുവരുന്നില്ലാത്തതുകൊണ്ട് എല്ലാം ഹാഫ് kg. എല്ലാം മേടിച്ചിട്ടുണ്ട്. നമ്മള് വെയിറ്റ് കുറച്ചിട്ട് സാധനം കൂട്ടി. ഇതൊരു സൺസ്ക്രീനാണ്. ചുമ്മാ വെയിലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മോറ്റെന്തേലും ഒക്കെ തേച്ചിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നവര് പറയണേ. അതെ അങ്ങനെയല്ല, വെയിലത്ത് തേക്കാനുണ്ടോ? തേച്ചോ? വെയിലാണല്ലോ. ഇനി അതെനിക്ക് കാണാൻ പോലും കിട്ടുമോന്ന് അറിയത്തില്ല. വെളിയിലോട്ട് പോകുന്നത് ഈ വീട്ടിലെ ക്രീമും സ്പ്രേ എല്ലാം പപ്പാടെ റൂമിലാ. ഇത് കൊണ്ടുവന്നിട്ട് ഇത് ഉപയോഗിക്കണ്ടേ? അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. അവളവിടെ പൈസ മുടക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആ നോക്ക്. ഇത് സ്പ്രേ. കൊച്ചു ഒരേ ഒരു ബോട്ടില് സ്പ്രേ കൊണ്ടുവന്നുള്ളൂ ഈ വട്ടം. നേരത്തെ സ്പ്രേ കൊണ്ടുവന്നപ്പോ ചെറുതായിട്ടൊക്കെ ഇവത്തേലൊക്കെ ലീക്ക് ആയിരുന്നു. പിന്നെ എനിക്ക് പേടിയായിരുന്നു, ഇവര് എടുത്തെറിയുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോ. അന്നേരം ഒത്തിരി മേടിക്കണ്ട, പിന്നെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 2-3 മാസമല്ലേ നിങ്ങള് പോയിട്ട് വന്ന് ആയുള്ളൂ. സ്പ്രേ ഇരിപ്പുണ്ടെന്ന് ഒരേ ഒരു ബോട്ടിലെ കൊണ്ടുവന്നുള്ളൂ. നല്ല മണമായി. അപ്പൊ ഇതൊക്കെ ഞാൻ മറന്നുപോകാതെ ഉപയോഗിക്കുന്നതായിരിക്കും. അല്ല, ഈയിടെ മറ്റേ ഒരു ഓറഞ്ച് ഡപ്പ തീർന്നിട്ട് ഇതിന്റെ വേറെ കൊണ്ടുവന്ന് പൊന്നു കൊണ്ടുവന്ന് ഇല്ലേ? ഇല്ലേ ചോദിക്കുന്ന കേട്ടു. സിറ്റിക്ക് പോകുമ്പോണ്ടല്ലോ സ്പ്രേ അടിച്ചു കഴിയുമ്പോ നമ്മുടെ അടുക്കള വശത്ത് നിന്നാ വരെ മണം വരും. അത്രയ്ക്ക് അടിക്കുന്നത് ഇങ്ങനെ ഒറ്റ കറക്കാം. ഞായറാഴ്ച മീൻ മേടിക്കാൻ പോവേ, എന്റെ റൂമിൽ തുറന്നു വരും. എന്നിട്ട് എന്റെ റൂമിലായിരിക്കും ചിലപ്പോ സ്പ്രേ ഇരിക്കുന്നേ. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ കമ്പിളിയുടെ മണ്ടേ കൂടെ മഞ്ഞ് പറക്കുന്നല്ല സ്പ്രേ പറക്കുന്നേ. നോക്കുമ്പോ എന്നാ വാരി പൂശുക. പക്ഷെ പപ്പായ ഉള്ളു കേട്ടോ. ഞാൻ ആ കാര്യത്തിൽ ഞാൻ പപ്പയുടെ കൂടെയാണ്. പപ്പായ ഉള്ളു ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഞാൻ ക്രീം ഒന്നും യൂസ് ചെയ്യല. പപ്പ ഉള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതൊന്നും ഉപയോഗിക്കാനായിരുന്നു. മുഖത്ത് പൗഡർ പോലും ഇടായിരുന്നു. പൗഡർ ഇടുന്നത് കഷത്തില്, ഈ കഷത്തിലെ ഷർട്ടിനകത്ത് അങ്ങനെ ഇടുകയുള്ളൂ. ഇപ്പൊ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ഇതിനൊക്കെ അവിടുത്തെ വില ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ വില കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഫോറിനിൽ നിന്ന് കൊണ്ടിരുന്ന സാധനം ഉപയോഗിക്കുക. നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു സ്മെല്ലും ഒരു ഗുണവും മണവും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി അല്ലേ? അപ്പൊ അടുത്ത സാധനം എടുത്തോ. ആ, ഇതാണ് ഈ വട്ടം ഞാനും പപ്പ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം. ഒരേ ഒരു സാധനം ഇതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞങ്ങ് പോയിട്ട് പിന്നെ നമ്മളത് നല്ല വിലയായി കാണുമായിരിക്കും ഇതിന്. നല്ല വില ആയോന്നോ? ശിഷ്ടമുണ്ടത് കേട്ടോ. ഓരോ മോഡുണ്ട്. ഇപ്പൊ പുറയിലും പുറയിലോട്ട് റെഡ് ലൈറ്റ്, അത് റെഡായി, അത് സിഗ്നലായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് അത് അടിച്ചു വെച്ചിട്ടുണ്ടോ? നല്ല വട്ടമുണ്ട്. വോൾട്ടേജ് കുറഞ്ഞത്, ഡിമ്മ. ഇത് കൊള്ളാം സാധനം. ഇഷ്ടപ്പെട്ടോ? ഇത് ചാർജറൊക്കെ ഉണ്ട്. ഇത് മേടിച്ച മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിങ്ങിനാണ്. ഈയിടെ മഴ പെയ്തിട്ട് നമ്മൾ രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് ടോർച്ചിന് പെട്ടെന്ന് എന്നുവെച്ചാൽ വെള്ളത്തിനകത്ത് ടോർച്ച് അടിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ പവർ കുറയും. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് അടിച്ച് നടക്കുമല്ലേ, അതുകൊണ്ടല്ല, വെള്ളത്തിലിരിക്കുന്നതുകൊണ്ടല്ല. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട സാധനമാണ്. ഇത് മഴ നനയാനും വെള്ളത്തിൽ പോയാലും പ്രശ്നമാകും. ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് മൊത്തം ഹോളുകളാണ് കിടക്കുന്നത്. ഇത് കുത്തുന്നതൊക്കെ സൂക്ഷിച്ചു കൊണ്ടുവന്ന. ഇത് ഭയങ്കര വിലയായതാട്ടോ. അവള് പറഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം പറഞ്ഞപ്പോ പപ്പാതിശാലം വില കൂടുതലുള്ളതാണ്, എന്തായാലും ഞാൻ തപ്പിയത് എടുത്തു തരാം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മള് പോയപ്പോഴും ഇതൊന്നും നോക്കിയില്ല. ഇതിപ്പോ ഒരു 3 കിലോയ്ക്ക് അടുത്തുണ്ട്. 2 കിലോയ്ക്ക് മുകളിൽ.
നമുക്കൊരാഗ്രഹം പിടിച്ചു നോക്കാന്. അതേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട്, മീൻ പിടിക്കാൻ തന്നെയല്ല, രണ്ടുപേരും ആറ്റിപ്പോയി വീട് മുട്ടും കൈയും ഒന്നും മുറിക്കാതിരിക്കാനും ആറ്റി കുഴിക്കാത്ത മുങ്ങി പോകാതിരിക്കാനും കൂടി ഈ സാധനം കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് വീണാല് ഇത് പോവും. ഇതും പോവും രണ്ടുപേരും. അതുമല്ല നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ തറവാട്ടിൽ ഇറങ്ങി പോകാനോ ഒക്കെ ആണെങ്കിൽ ഒറ്റ ലൈറ്റ് മതി, എല്ലാവർക്കും കൂടെ ഇറങ്ങി പോവാം. കൊച്ചു പറഞ്ഞ ഇത്രേ ഉള്ളൂ. കൊച്ചതിന്റെ ഉദാഹരണം പറയുന്ന അറിയാം. അപ്പനും ഞങ്ങളും വീഴരുത്. മീനെ പിടിക്കുന്ന അല്ല പ്രധാനം. രണ്ടുപേരും ആറ്റി പോകും, പാറ തട്ടി വീഴരുത്. വെളിച്ചോണ്ടേ. അത് മാത്രല്ല നമുക്ക് ആടും മുയലും ഒക്കെ പ്രസവിക്കാൻ ഉള്ള സമയത്തൊക്കെ അടിച്ചു കൂട് നോക്കാനും നല്ല. എല്ലാ കാര്യത്തിലും വേറെ. ചാർജറാണിത്. അപ്പൊ അത് രണ്ടും കൂടെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമുക്ക് എന്തിന്റെ യൂസേജ് ഉള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാറുള്ളൂ. അപ്പൊ അടുത്ത സാധനം എടുത്തോ. സാധനം എടുക്കൂ. ടാങ്ക് ഒരു 1/2 kg വന്നു. ഓറഞ്ചിന്റെ എന്നെ ആക്ഷേപിച്ചായിരുന്നു, അതാ ഞാൻ മിണ്ടാതിരുന്നത്. ടാങ്ക് അറിയാമോ, പൊന്നു എന്നോട് ചോദിച്ചു പിന്നെ ഈ പൊടി എന്തോരം കൂടി വേണമെന്ന് വെച്ചാൽ വെയിലൊക്കെ അല്ലേ ചേട്ടന്മാര് പണിക്കൊക്കെ വരുന്നതല്ലേ മാനെ, എപ്പോഴും ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുന്നതല്ലേ, ഒരു 2-3 കൂടും മേടിച്ചോളം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവിടെ 2-3 കൂടും കൊടുത്തു കൊടുത്തു. ഇതിന് 3-4 സ്പൂൺ കൂടുതൽ ഇട്ടാൽ ഒരു കളർ ആവുള്ളൂ ഈ സാധനത്തിന്. ഇല്ലേ ഒരു പുളിപ്പ. ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് എന്റെ ഫേവറേറ്റ്, എനിക്ക് വേണ്ടി കേട്ടോ. ബൗണ്ടി ചോക്ലേറ്റ്. ബൗണ്ടി എന്റെ ഫേവറേറ്റ്. ഞാനിത് കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും ബൗണ്ടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചിട്ടില്ലേ? പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്യാം. കൊച്ചിന് വേണ്ടി ചെറിയ സോക്സ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ റോഡ് പോലെ ഇവിടെ അത് വലിയ ടൈപ്പാ. ഇത് ഹാഫ്. അടുത്തത് ഇത് ചേട്ടായിക്ക് വേണ്ടി എടുത്താ. എനിക്ക് വേണ്ടി ഒരു ടീഷർട്ട്. ടീഷർട്ടിന്റെ ഫ്രണ്ടിൽ വള്ളി വരുന്നത്. അത് വെറൈറ്റി ആണല്ലോ. അത് വെറൈറ്റി അല്ലേ? ഇവിടെ വള്ളി വരുന്നത്. അതെ, ഇതിന്റെ ഈ ചെറുതില്ലേ ഇവിടെ കാണുന്ന, അതിന്റെ വലുത് ഇവിടെ. സെറ്റ് അല്ലേ? അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. വള്ളി വരുന്ന ടൈപ്പ്. ഇതാ ഫ്രണ്ട് വള്ളി ഉള്ളത്. വള്ളി ഓർത്തണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേച്ചിക്ക് അറിയാം എന്റെ ടേസ്റ്റ് എന്നാന്ന്. അമ്മയ്ക്ക് പിന്നെ അവിടെ ഞങ്ങൾ നൈറ്റ് നോക്കിട്ട് നൈറ്റ് ഇല്ല, അവിടെ സാരി ഇല്ല നല്ലത് നോക്കിട്ട്. അപ്പത്തേക്കും പിന്നെ ടോപ്പാ കിടക്കുന്ന കണ്ടിട്ട്. അപ്പം അമ്മയ്ക്കും ഫ്രണ്ടില് വള്ളിയുള്ള ടോപ്പ് അമ്മയ്ക്ക് ഈ കളർക്ക് നല്ലോണം ചേരും. ഇവിടെ ഞാൻ ഇതേ മൊത്തം വള്ളി കേസാണോ? ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഇത് ഇറക്കമില്ലേ, അത് അങ്ങനത്തെയാണ് കേട്ടോ. ജീൻസിന്റെ കൂടെ ഇടാമേ. അത് അങ്ങനത്തെ മോഡലാ. ഇത്ര ഇറക്കുള്ളൂ കേട്ടോ. അത് അങ്ങനത്തെ മോഡലാ. അതങ്ങനത്തെ മോഡൽ വരുന്ന ഇച്ചിരി ചെറുതാണോ എന്നൊരു ഡൗട്ടുണ്ട്. വണ്ണക്കുറവുണ്ടോ? ഇത് സത്യത്തിൽ മറ്റേ നമ്മുടെ ജീൻസിന്റെ കൂടെ ഇടുന്ന ടൈപ്പ് അമ്മേ. അത് സാധാ ചുരിദാർ പാന്റിന്റെ കൂടെ ഇടുന്നല്ല, അല്ല ജീൻസിന്റെ കൂടെ ഇടുന്ന ടൈപ്പ്. പിന്നെ നമുക്ക് ലൂസ് പാന്റൊക്കെ മേടിക്കാം, അതിനൊക്കെ നമുക്ക് ഒപ്പിച്ച് നടക്കാല്ലേ. അയ്യോ, ഇനിയിപ്പൊ പാന്റ് മേടിക്കാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ പോലും. ചെറുപ്പമാക്കോ അത്രയും ഞാൻ ചെറുപ്പമാക്കും. അതാണ് ഉദ്ദേശം അല്ലേ? പിന്നെ ഇതാ ഞാൻ പറഞ്ഞു പഞ്ഞിമിഠായി കണ്ടാ മറ്റേ ടിഷ്യൂ ഇതല്ല, ഇത് മിഠായി. പഞ്ഞിമുട്ടായി കേട്ടോ. ഇത് മിഠായിയാണ്. പഞ്ഞിമുട്ടായി കഴിച്ചു നോക്കാം നമുക്ക്. അതൊക്കെ ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ കേട്ടോ. ഇതൊരു കുഞ്ഞു കുട്ടികൾക്ക് കുട്ടിയെടുപ്പ് ആർക്കാന്നൊന്നും പറയല. സർപ്രൈസ്. ഓക്കെ, നല്ല അടിപൊളി ഉടുപ്പാട്ടോ. സൂപ്പർ ഉടുപ്പാ. നമ്മുടെ ഇവിടെ ഇങ്ങനെ കടയിൽ ഞാൻ കണ്ടിട്ടില്ല. നല്ല ഉടുപ്പാണ്. വള്ളിയൊക്കെ ഉണ്ടോ നെറ്റി കൊണ്ട് തന്നെ പുറയിലോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ നോക്കിയായിരുന്നു അകത്ത് കുത്തി കയറുന്നതാണെന്നൊക്കെ. അല്ലല്ല, കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് കുത്തി കയറി കഴിഞ്ഞ് ചിലപ്പോ കരയും. അപ്പൊ ഇതിലാ ഭാഗ്യമുള്ള മാലാഹ ആരാണ് പറയത്തില്ല. ഇവരാരൊക്കെ മനസ്സിൽ കണ്ടു മേടിച്ചോണ്ട് വന്നാ. അപ്പൊ എന്റെ ചെരുപ്പ്, ഈ ചെരുപ്പ് മേടിച്ചല്ലോ കേട്ടോ. ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാ. ബർത്ത്ഡേ ഗിഫ്റ്റാ, മാളക്കുട്ടിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. പിന്നെ ഇന്നതുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ. സൈഡിൽ ഇരുന്ന് അതൊക്കെ കയറ്റി നോക്കിയിട്ട് ഇത് എന്റെ കാലിലും ചേരും കൊച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കണക്കാട്ടോ, എനിക്ക് പാകമാണ്, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നമുക്ക്
അപ്പൊ ഞങ്ങള് ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കട്ടെ, ചൂടായോണ്ടേ ദാഹിക്കുന്നുണ്ട്. മാറ്റി വിടാം. അമ്മയുടെ ടോപ്പ്. ടോപ്പ്. പിന്നെ ഇനി വരുന്നേ നിക്കർ. ചേട്ടാക്ക് ഒരു നിക്കർ. പപ്പായ്ക്കും വേണം ഇടാം, ചേട്ടാക്കും ഇടാം. വലിപ്പം കൊണ്ടാവും. വലുപ്പം കൊണ്ട് വലിയ അളവ് കൊണ്ട് എനിക്ക് വേണേലും ഉപയോഗിക്കാം. പപ്പായ്ക്കും ഇടാം, ചേട്ടാക്കും ഇടാം. എനിക്കും ഇടാം. നല്ലതാ കേട്ടോ. ഈ സിബ് ഉള്ളതുകൊണ്ട് ഫോണ് പോക്കറ്റിൽ നിന്ന് ചാടിപ്പോകുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് ആരാന്ന് വെച്ചാ നോക്കിയിടും. ഞങ്ങൾ കൂടുതലും ടീഷർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായോണ്ടേ കവലയ്ക്ക് പോകുമ്പോ ഫോണ് ചാടിപ്പോകും പോക്കറ്റിൽ നിന്ന്. നിക്കറും ഇട്ടാണ് എന്റെ ചെറുക്കൻ പറപ്പിച്ചൊരു പോക്കുണ്ട് ബൈക്കിൽ. അത് കാണാൻ എനിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓടിപ്പോയി നിക്കർ എടുത്തത്. അതും നിക്കർ തന്നെ. ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണോ? പപ്പായ്ക്കുള്ളതായിരിക്കും. എടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 നിക്കർ ഉണ്ടായിരുന്നു കട്ടപ്പനയിൽ മേടിച്ച്. ഇവിടുന്ന് നമ്മള് നിക്കർ മേടിച്ചോ അങ്ങോട്ട് ദുബായിക്ക് പോയപ്പോ 2 നിക്കർ ഉണ്ടായിരുന്നു. മേടിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല. അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരെണ്ണം കാണുന്നില്ല. ഒരെണ്ണം പൊന്നു എടുത്തു. അതെന്നോട് പറഞ്ഞായിരുന്നു. ചേച്ചിയുടെ നിക്കറും പാന്റും എല്ലാം ചേട്ടാ എടുത്തിടും. എന്നാലും ചേച്ചിക്ക് ഇല്ലാതെ വരുമ്പോ പപ്പാടെ എടുത്തിടും. പപ്പ നോക്കുമ്പോ പപ്പായ്ക്ക് ഒന്നുമില്ല. പപ്പാടേത് അവിടെ എടുത്തു. ഞാനിത് എടുത്തോട്ടെ മോനെന്ന് ചോദിച്ചു. എടുത്തോളാം. അപ്പൊ അതിന് പകരം ഒരെണ്ണം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. എന്റെ ഫോൺ അടിക്കണം, ഞാൻ കോൾ ഇതെനിക്ക് വേണോ? അപ്പൊ അന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു എനിക്ക് അതിന് പകരം ഒരെണ്ണം അവള് അന്ന് പറഞ്ഞായിരുന്നു വേണം മേടിച്ചു. പക്ഷെ എന്റെ ഇത് കണ്ടിട്ട് അവക്കത് അളവ് കൊണ്ടും ഒക്കെ കൃത്യമായിരുന്നു. അവളതൊന്നും ഇഷ്ടപ്പെട്ടു, അങ്ങ് എടുത്തു. അതെ, ഇതിപ്പോ ഞാൻ പോയപ്പോഴാണല്ലോ. ഞാൻ പോയപ്പോ മറ്റേ വള്ളിയുള്ള പാന്റില്ലേ, അത് കൂട്ട് 3-4 ആട്ടോ പോയെ. ഞാനും വേറെ കട്ടപ്പന പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ പോയെ. അവിടെ ചെന്ന് ഞാൻ പോരാതെ ആദരിച്ചേച്ചി 3 എടുത്ത് പിടിച്ചിട്ട് ഇത് എനിക്ക് തരുവോ? ഞാൻ പറഞ്ഞു എടുത്തോ. അല്ലാതെ അവിടെ കൊടുത്തിട്ട് പോകുന്നത്. ചോക്ലേറ്റാ. ചോക്ലേറ്റ് 3-4 കിലോ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിലേറ്റീവ് ഉണ്ട്. എല്ലാവരും വീട്ടിലും 5-6 അംഗങ്ങളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് വരുമ്പോ ഇതൊക്കെ തീർന്നു പോകും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചോക്ലേറ്റും തികഞ്ഞില്ല. അതിന്റെ ആ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉടയായിരുന്നു ഇട്ട് നമ്മുടെ ചുരുട്ടിയെ. അപ്പൊ അത് മാറി തന്നെ ഇരിക്കട്ടെ. പിന്നെ പറഞ്ഞ ഷോപ്പ് കുട്ടമ്മനെ ചേച്ചി കുറച്ച് കുടിക്കാൻ കേട്ടോ. നല്ലതാണ്. അതിന്റെ തന്നെ 2-3 സിന്തോളുണ്ട്. നല്ല സോഫ. ഇനി ഇതെന്ന് പറഞ്ഞ വീണ്ടും വള്ളി വരുന്ന കൂട്ട് ടീഷർട്ടാണ്. ഇത് എക്സലാ. പപ്പായ്ക്കും ഇടാം, ചേട്ടായിക്കും ഇടാം. പിന്നെ ഇതിന്റെ തന്നെ വേറൊരെണ്ണം ഉണ്ട്. 2 എണ്ണമാണോ? 2 എണ്ണം ഉണ്ട്. ഒരേ അളവാ. അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഇത് ചേട്ടായിക്കും ഇത് എനിക്കുവാ. പിന്നെ എനിക്കിത് ചേർത്തില്ലെന്ന എന്റെ ഒരു നിഗമനം. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലുപ്പം. അപ്പൊ ഇത് ചേരുന്ന ഏതാന്ന് വെച്ചാൽ പപ്പായ്ക്കും ചേട്ടായിക്കും എടുക്കാം. രണ്ടും ഒരേപോലെ തന്നെ. അതാ നല്ലത്. അതാ നല്ലത്. പിന്നെ ചേട്ടായിക്ക് കൊടുത്താൽ ഞാനും ഇടും. അങ്ങനില്ല, എനിക്ക് വേണം. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടുന്നുണ്ട്. രണ്ടും ഒരേപോലത്തെ. പിന്നെ ഇന്നത്തിന് വരുന്നതെന്ന് പറഞ്ഞാ ഒരു കറുത്ത കുഞ്ഞു ബനിയൻ വരുന്നുണ്ട്. ഇത് ആർക്കെങ്കിലും പിള്ളേർക്ക് കൊടുക്കാം. ആർക്കാ മേടിച്ചെന്ന് അവർ അറിവില്ല. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. ദുബായിൽ എഴുതി ഒട്ടാക്കുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതാ. ആർക്കെങ്കിലും പിള്ളേർക്ക് കൊടുക്കാം. ഈ ബനിയൻ നമ്മുടെ അബിക്കാൻ തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവന് മേടിച്ച ബനിയൻ നമ്മൾ എടുക്കാൻ അവിടെ വെച്ച് പാക്ക് ചെയ്തപ്പം കട്ടിലെ വെച്ച് മറന്നു വെച്ചിട്ട് പോകുന്നു. മനസ്സിലായോ? നമ്മൾ അവിടെ കട്ടിലെ സൈഡിൽ വെച്ചു, പക്ഷെ എടുത്ത് വെക്കാൻ മറന്നുപോയി. അത് അവിടെ ആയിപ്പോയി. ഇവിടെ വന്നപ്പോ സാധനം ഇല്ലായിരുന്നു. അതുകൊണ്ട് മേടിച്ച അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി മറന്നു പോയതായിരിക്കും. അവിടെ പെട്ടിക്കകത്ത് കുറെ സാധനം ഇരിപ്പുണ്ട്. കൊണ്ടുവരാൻ പറ്റില്ലാത്തതുകൊണ്ട് കൊണ്ടുവരുന്നില്ല. അതെ, അബിക്കൂട്ടിന് കൊടുക്കാം. പിന്നെ ഇത് മുട്ടായി കേട്ടോ. മറ്റേ ഇതിവിടെ കിട്ടും കേട്ടോ. ഇഷ്ടമുള്ള മറ്റേ സാധനം ഇതിവിടെയും കിട്ടും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ട് ഒരു പാക്കറ്റ് ഇത് അതെ മേടിച്ചോണ്ട് വന്നാണ്. താട്ട് വെച്ചോ. ഇത് പിന്നെ ലൈറ്റ് ഷെയ്ഡ് ഉള്ള ഒരു ലിപ്സ്റ്റിക് പച്ച. അയ്യേ, പച്ചയോ? നമ്മള് ഇട്ട് കഴിയുമ്പോ പിങ്ക് കളർ ആവും. അങ്ങനെ കേട്ടോ. അതൊന്നും ഞാൻ നാളെ നോക്കിയിട്ട് ഞാൻ പറയാം. പച്ച ലിപ്സ്റ്റിക് അല്ല. ഇങ്ങനെ വെക്കുമ്പോ അറിയാം ഇവിടെ കളറ്.
ഈ കൈ അറിയത്തില്ല. എടാ, വെള്ളക്കൈയെ ഇതേ വെച്ചേ കല. ഇതാണ് പിങ്ക് 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 വരുന്നുണ്ട്. ലൈറ്റ് ഷെയ്ഡ് പിങ്ക് വരുന്നുണ്ട്. നമ്മളിത് തേച്ച് കഴിയുമ്പോ ഈ കളർ വരും. നമ്മുടെ ചുണ്ടിന്റെ കളർ വരും. അപ്പൊ ഞാനും അത് നോക്കാം കേട്ടോ. വേണോ? എടുത്തോ. എന്റെ കൊച്ച ഇതൊക്കെ എടുത്ത് പപ്പായ്ക്ക് പപ്പ വേണ്ടെന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഒന്നും വേണ്ടെന്ന് പറയല്ല, എല്ലാം ഞങ്ങൾക്ക് വേണം. അപ്പൊ നാളെ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കണം. എടി ഇതെടുത്ത് മാറ്റി വെക്കണം. അടുത്ത സാധനം എടുത്തോ. ഇതെന്റെ കുട്ടം വേണ്ട പിന്നെയാണ്. അത് ഈ പ്രാവശ്യം ഇല്ലാത്തൊരു ഇല്ലാത്തൊരു കളറാണല്ലോ. ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിച്ചു പപ്പായ്ക്ക് എന്നൊക്കെ കളർ ഉണ്ടെന്ന്. അപ്പൊ ഒരുവിധ കളറൊക്കെ ഉണ്ടല്ല. ഇപ്പൊ നോക്കിയപ്പോ ഇളം പച്ചയില്ല, മഞ്ഞൊന്നും ഇല്ല. മഞ്ഞയൊക്കെ ഭയങ്കര കളറല്ലേ. ഇത് നല്ല കളറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർ. മറ്റേ ഡിസൈനോ വർക്കും ഒന്നുമില്ല, പ്ലെയിനാ. കൊള്ളാം അല്ലേ? അടിപൊളിയാ. മുഖത്തിന് ചേരും. മുഖത്തിന് സൂപ്പറാ. മുഖത്തിന് അതാ ഏരിയയിലത്തെ എല്ലാം ചേരും, എല്ലാം ചേരും. സൂപ്പറാ. അതെ. പിന്നെ ഒരു ടാങ്ക്, പിന്നെ ഒരു സോപ്പും കൊണ്ട്. അടുത്ത ദിവസം തോന്നും. കഴിഞ്ഞ അവിടെ ഇവിടെ തന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് കൊടുത്തത്. ഒരു പ്രാവശ്യം എങ്കിലും പപ്പ എപ്പോഴും കുളിക്കുമല്ലേ സോപ്പ് ഇട്ടോ, ഒരു പ്രാവശ്യം ഞാൻ കുളിക്കട്ടെ. കുളിച്ചോ? മമ്മി പപ്പായ്ക്ക് 3, മമ്മിക്ക് 1. ഇത് മറ്റേ ഇത് യൂക്കാലി. പിന്നെ കഴിഞ്ഞ തവണ മേടിച്ചോണ്ട് വന്നൊന്നും തീർന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഈ പ്രാവശ്യം ഇതെന്തായാലും ചെലവുള്ള ഒരു സാധനം. അതെ അതെ. നമ്മൾ ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും ആവി പിടിക്കാനും പിടിക്കാനൊക്കെ ഇതൊരു തുള്ളി. നല്ലതാ. പിന്നെ പ്രധാനമായിട്ട് എന്റെ ഒരു അമ്മാവനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞത്. അമ്മാവന് 5 കൊടുത്താലും തികയല്ല. അപ്പൊ അമ്മാവന്റെ മോൻ പറഞ്ഞെന്ന് അറിയോ, 5 കൊടുത്താലും 2 കൊടുത്താലും 10 കൊടുത്താലും ഒരാഴ്ച കൊണ്ട് തീർന്നു. അപ്പൊ നമുക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് അടുത്തത് കൊടുത്താൽ മതി. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. പിന്നെ ഇതെന്ന് പറഞ്ഞാ ഇത് ബുഷ. ബുഷുള്ള ഇപ്പൊ ഞങ്ങളുടെ കസിൻസ് ഒക്കെ പെൺപിള്ളേരുണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം, കുത്താം. കുഞ്ഞു കുഞ്ഞു ക്ലിപ്പൊക്കെ ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കാം. അതിന് വേണ്ടി മേടിച്ചതാ ക്ലിപ്പ്. ക്ലിപ്പ് നല്ല ബുഷ്. പിന്നെ ഇത് മൂവിന്റെ അത് മൂവ് വേദന മേടിച്ചോളൂ, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. ഞാൻ എല്ലാം ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചിട്ട് മേടിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മൂവർ ഒരു എണ്ണം വെച്ചോ. കർക്കിടക മാസം ഒക്കെ ആകുമ്പോ വേദന കൂടും. ഡബിന്റെ സോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട സോപ്പാ, ഞാൻ അതങ്ങ് പൊക്കി. കൊച്ചു കൊണ്ടുവന്നായണ്ടേ നടുക്കിരുന്ന ഗമ കാണിച്ചെല്ലാം പറക്കി കൊടുക്കുക.